ഹായ് ഹലോ, എൻ്റെ ഒരു സാറ്റർഡേ ദിവസം കണ്ടാലോ. ഇന്നിവിടെ എനിക്ക് ചെറിയൊരു ക്രിക്കറ്റിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ബോയ്സൊക്കെ കളിക്കുമ്പോൾ ഹൈ ലെവലായിട്ടുള്ളതൊന്നും അല്ല കേട്ടോ. ചെറിയ ഗേൾസ് മാത്രം കളിക്കുന്ന ഒരു ലോ ലെവൽ ക്രിക്കറ്റ്. എന്തോ ബാബ അസോസിയേഷൻ്റെ അണ്ടറിലെങ്ങാണ്ട് അവരെന്തോ ടൂർണമെൻറ്റ് എന്തോ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ഗേൾസ് ഇവിടെ അടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് പ്രാക്ടീസിന് പോകുന്നത്. ഇതിൽ ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്റും ബോളും റിയലായിട്ട് ഞാൻ ഇതുവരെ പിടിച്ചിട്ടുള്ള വീട്ടിലുള്ള മെറ്റാബോക്സിൻ്റെ ബാറ്റ് വെച്ച് മാത്രം കളിച്ചുകൊണ്ടിരുന്ന ഞാനാണ്. പിന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ, മുല്ലപ്പൂമ്പടി കേട്ട് കിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. ഭർത്താവ് അത്യാവശ്യം കളിക്കുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻറ്റ് ലെവൽ പിടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുക, കളിക്കുക, അത്ര തന്നെ. അപ്പോൾ പ്രാക്ടീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 7 മണിക്ക്, പങ്ക്ച്വാലിറ്റി ലേശം കൂടുതലായതുകൊണ്ട് 7 മണി 7:30 അവിടുന്ന് 1 മണിക്കൂർ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു കോർട്ട് ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് അത്യാവശ്യം നല്ലോണം കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാക്ടീസ് മാച്ചിന് ശരിക്കും ഞാൻ പോയതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഞാൻ പെർഫോം ചെയ്യുമെന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. എൻ്റെ പെർഫോമൻസ് ഞാൻ തന്നെ വിലയിരുത്തിയിട്ട് കളിച്ചാൽ പോരെന്നായിരുന്നു ഞാൻ ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗൈസ്, കൂടെ കളിക്കുന്ന എല്ലാവരും എന്നെപ്പോലെ തന്നെയാണ്. അപ്പോൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനൊരു കുളിയൊക്കെ പാസ്സായി ഫ്രഷായിട്ട് അർഷയുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഇന്നെന്താ അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് ഷുട്ടുമണീൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചിട്ട് ഞങ്ങൾക്ക് അതിലേട്ടൻ്റെ ബേബീനെ കാണാൻ പോകാനുണ്ട്. അതിലേട്ടൻ ആക്ച്വലി ഞങ്ങളുടെ കൂടെ കോളേജിൽ പഠിച്ചിട്ടുള്ള ഒരു ഏട്ടനാണ്. സോ ഷുട്ടുമണീൻ്റെ കൂടെ ഞാൻ കുറച്ച് കൂടുതൽ നേരം കളിച്ച് അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ അതിലേട്ടൻ്റെ വീട്ടിലോട്ട് ഇറങ്ങി. അതിലേട്ടൻ ആക്ച്വലി താമസിക്കുന്നത് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുനിന്ന് ഒരു 6 കിലോമീറ്റർ ദൂരത്താണ്. അത് ഞാൻ അറിഞ്ഞത് അർഷയുടെ വീട്ടിലെത്തിയപ്പോഴാണ്. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിലേട്ടൻ്റെ വീട്ടിലോട്ട് ഇറങ്ങി. ആസ് യൂഷ്വൽ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. സ്റ്റുഡിയോ, സ്റ്റാർ, അങ്ങനെയുള്ള പല പല ഷോപ്പുകളിൽ കയറി ഞങ്ങളുടെ പർച്ചേസ് തീർത്തിരിക്കുകയാണ്. കുറച്ച് ഡ്രസ്സും ഫ്രൂട്ട്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ അതിലേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് ഇതാണ് പോപ്പിക്കുട്ടി. ഇവിടെയുള്ള ഷിക്സുമാണ്. നല്ല ക്യൂട്ടാണ് കേട്ടോ ആൾ. അപ്പോൾ ഞാൻ അവിടെ എത്തി കുറച്ച് അവളെ കളിപ്പിച്ച് ബേബീനെയൊക്കെ കണ്ട് ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഞം കഴിക്കാൻ കായലോരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഗൈസ് പോകുന്നത്. അത് എയർപോർട്ട് റോഡിലാണ് വരുന്നത്. ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ചേച്ചി ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ. ഇടിയപ്പംസ് എന്നാണ് അതിൻ്റെ പേര്. അവിടെ പോയിട്ടൊന്ന് കഴിച്ചു നോക്കണം, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ വരുന്ന വഴി തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അവിടെ കയറിയിട്ട് പൊറാട്ട, ക്രാബ് ഫ്രൈ, ബിരിയാണി, കപ്പ ബിരിയാണി, ചപ്പാത്തി, അപ്പം, ഇതൊക്കെയായിരുന്നു ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ബിരിയാണി അത്രയ്ക്ക് പോരാ, ചപ്പാത്തിയും പോരായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഇവരിന്ന് ഞങ്ങളുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. അത് സഡൻ പ്ലാൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് വരുന്നതിനെ കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തി സുഖമായിട്ട് കിടന്നിറങ്ങി ഗൈസ്.